ഇറങ്ങി വരെ പറ്റൂലേ? ഞാൻ കേറി അങ്ങോട്ട് വരും. ഞാൻ എന്റെ കാലോ കയ്യോ വല്ല ഓടുന്ന എന്റെ അച്ഛൻ സുകുമാരൻ വന്ന് നിങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. കാലും പോയത് എന്തോ പ്രശ്നം എന്തുവാ? എടീ ഈ ചെറുക്കനെ കൊണ്ട് എന്തൊരു ശല്യം അറിയാം. അവനും അവന്റെ വ്ളോഗാ എന്തുവാ? എന്തിനാ ഓട്ടിക്കണേ? മനുഷ്യ അത്യാവശ്യട്ടെ ഇതിന് മൂത്രമൊഴിക്കാൻ ബാത്റൂമിൽ പോയപ്പോ അതിനകത്തിന് വ്ളോഗ് ചെയ്യണം. യൂറോപ്യൻ ക്ലോസറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കും. നിന്റെ കൂട്ടുകാരന്മാരെ നിന്റെ സബ്സ്ക്രൈബേഴ്സ് ആടെ കീഴാടുമാടാ ഇത് അവര് ഉപയോഗിക്കാം. പറ്റൂലെങ്കിയാ ഇറങ്ങി വേടാ ശങ്കര. എന്തുവാ ഇവിടെ രാവിലെ കിടന്ന് ബഹളം ഉണ്ടാക്കണം എല്ലാരും കൂടി? ഇവിടെ കാപ്പി റെഡി ആയിട്ടുണ്ട്. കാപ്പി അവനെ കുടിപ്പിക്കാം. വിശക്കണില്ലേടാ? ഇന്ന് അപ്പവും മുട്ടക്കറി. നീ ഇപ്പൊ എന്തിനാ വണ്ടേ കയറി നിക്കണ? അതൊക്കെ പോടാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സൈക്കിൾ എവിടെ? അത് പിങ്കടിയാ. അത് വണ്ടിയുടെ ബുക്കും പേപ്പറും അതിന്റെ അച്ഛൻ സുകുമാരന് കൊണ്ടു കൊടുത്ത അപ്പൊക്കെ തരും. കൊറേ ആയി ഞാൻ കേട്ടോ തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് സൈക്കിൾ കിട്ടില്ലെങ്കിൽ നീ എന്റെ തനി കൊണ കാണും. സുകുമാരൻ പോലെ ഇങ്ങോട്ട് ഇറങ്ങി വാങ്ങണ്ട്. ആദ്യം നിങ്ങൾ അണ്ണന്റെ അടുത്ത് പോവാൻ പറ. പോ ചേട്ടാ, ഞാൻ കൊണ്ടുവരാം. വാ, നിങ്ങളെ പറഞ്ഞോണ്ട് ഞാൻ വന്നോ. ഓ ശരിയടാ. ചെറിയ ഒരു കേസുണ്ട്. അപ്പൊ നമ്മള് കാട്ടൊക്കെ ദൈവമേ. ഇപ്പൊ താഴെ പൊട്ടിയാനല്ല ചെറുക്കായി എന്തോന്ന് കാണിക്കുന്നേ? വിടറാമേട്ടാ, ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതാണ്. മാറ്. ആ ശങ്കറിനൊക്കെ ഇപ്പൊ വരും, പിങ്കി വരും. മാറ്. ഇനി ആരും വരും ഈ ജില്ലയുള്ള. നീ ഇലക്ഷൻ അല്ല നിൽക്കത് എല്ലാരും അറിയാല്ല. ആൾക്കാരുള്ള എപ്പോഴും മരുന്ന് പോകുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പൊ നീ ഒരു കറക്റ്റ് സമയം പറഞ്ഞാൽ എപ്പോഴാണ് കാണിക്കേണ്ടത്? എല്ലാരും കൂടെ താമസിക്കുന്ന വീട്ടിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം റാമേട്ടാ. അവരാരും ഇതൊന്നും ശ്രദ്ധിക്കണില്ലല്ലേ? നമ്മളെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, കുറച്ച് നാളെ ആയുള്ളൂ. ഇതൊന്നും അവരാരും ശ്രദ്ധിക്കണില്ലല്ലോ. ഇപ്പൊ എന്താണ് റാമേട്ടന്റെ കുഴപ്പം? എല്ലാരും കൂടെ ഒരുമിച്ച് താമസിക്കണോ കുഴപ്പം? അതിപ്പോ ഈ ആയിട്ട് ഇച്ചിരി കുഴപ്പമാണെന്നാണ് തോന്നുന്നത്. അതല്ലല്ലോ മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ് റാമേട്ട. നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് താമസിക്കുമ്പോഴേ നമുക്ക് ഒറ്റയ്ക്കൊന്ന് മാറിയാ കൊള്ളാൻ തോന്നും. ഒരു മിനിറ്റ്, ഞാൻ ഒരു ബുക്കും 200 പേജ് ബുക്കും പെട്ടെന്ന് എഴുതിയെടുക്ക്. ഞാൻ അത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നാ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴേ നമുക്ക് തോന്നുന്നു എല്ലാരും ഉണ്ടായിരുന്നെങ്കിൽ. മനുഷ്യന്മാരുടെ ഒരു കുഴപ്പമാണ് അങ്ങനെ. എനിക്കിപ്പോ തോന്നിയിട്ടാ ഞാൻ ഇപ്പൊ പറഞ്ഞു. അല്ല ഞാൻ പറയുന്നത്, നീ ഈ പാത്രം കഴുകി മുറ്റവും അടിച്ച് എല്ലാരും സൂപ്പിച്ച് കുളിപ്പിച്ച് പൗഡർ ഇട്ടിട്ട് വരുമ്പോ നീ 12 മണി 1 മണിക്കാണ് നീ റൂമിൽ വരണം. അറിയാമോ? ഒന്ന് കേട്ടിട്ട് അത്രയും കേട്ടണ്ട, കുറച്ച് വെള്ളം ആവാതിരിക്കാനല്ലേ. എന്താ പറഞ്ഞോണ്ടിരുന്ന? പ്ലീസ് ഒന്നും കൂടെ, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തോന്ന് കുളിപ്പിച്ച് നീ കുളിപ്പിച്ച് പൊട്ടോട്ട് പൗഡർ ഇട്ടി വെച്ച് വരുമ്പോ 1 മണിയാവുന്നു റൂമിൽ വരുമ്പോ. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങും. ഞാൻ പിന്നെ ഇതൊക്കെ ആര് ചെയ്യും? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ബുക്ക് ഞാൻ റൂമിൽ വെച്ചേക്കാം. നിനക്ക് പറയാനുള്ളതൊക്കെ നീ അതിൽ എഴുതി, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ അതിൽ എഴുതിയിരിക്കാം. നീ വന്ന് വായിച്ചാൽ മതി. എന്താണ് പ്രശ്നം? എന്തുവാ? എനിക്കിതൊന്നും എനിക്ക് പിടിക്കണില്ല. എനിക്ക് സീരിയസ് ആവാൻ എനിക്ക് സീരിയസ് ആയി കൂടി. സീരിയസ് ആയിട്ടുള്ള മോറാമണ്ണ ചേരും. ഇപ്പൊ എന്ത് വേണം? ഞാൻ പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് ഇനി തൊട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. പോരെ? ഞാൻ വരാം, ഞാൻ മാനേജ് ചെയ്യാം. ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ഇതൊക്കെ വെറുതെ ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു ട്രിപ്പ് പോകാൻ പോണം ഒരു 4-5 ദിവസത്തേക്ക്. എന്ന് പോണ്? ചേട്ടല്ലേ ഇപ്പൊ ട്രിപ്പ് പോണെന്ന് പറഞ്ഞേ? നമുക്ക് പോവാന്ന്. നമുക്ക് പോവാം. ഓ ബെസ്റ്റ്. ഈ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് മാറി കഴിഞ്ഞാൽ ഈ വീട് തലകുത്തന്നെ ഇരിക്കും. രണ്ട് കഷ്ണമായിട്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ 10 മിനിറ്റ് ഇവിടെ നിന്ന് തന്നെ ശരിയാക്കാം. 5 മിനിറ്റ് മാറിയാല് ഉള്ള കാര്യം നടക്കണ കാര്യമൊന്നുമല്ല റാമേട്ട. ഒന്നും അത്ര ഈസി ഒന്നുമല്ല ട്രിപ്പ് പോണം.
പിന്നെ എന്തോ ചെയ്യണമെന്നാണ് നീ പറയുന്നത്? എവിടോട്ടാണ് പ്ലാൻ ചെയ്യുന്നത്? അതൊന്നും ഞാൻ തീരുമാനിച്ചില്ല. പോവാം എന്ന് വിചാരിക്കുന്നു. എന്നാ പോവാം. വഴി ഉണ്ടാക്കാം. പോവാന്ന് ചിരി. ചിരി മനസ്സിലാ. പോവാന്ന് പറഞ്ഞ ഉടനെ ചിരിക്കണോ? പോകുമ്പോ ചിരിക്കും. ശരി, എന്നാ പോകുമ്പോ ചിരിക്കാം. നമുക്ക് പോവാം. ഇനി എന്താണ് പറയാനുള്ളത്? നീ ഒന്നും പറയില്ല. എനിക്ക് തൊണ്ടയൊക്കെ ഒരു എനിക്കൊരു കട്ടം വേണം. കട്ടം തരാം. ലൈൻ ചെയ്തല്ലേ തരാം. തീങ്ങിലെത്താ പൊയ്ക്കോ, ഞാൻ കൊണ്ടുവന്നോളാം കേട്ടാ. പൊയ്ക്കോന്ന് പറഞ്ഞ പോയി റിലാക്സ് ചെയ്തിരുന്നു. ഞാൻ പാത്രം തേച്ചിട്ട് കൊണ്ടുവരാമെന്ന്. അതോ പാത്രം തേച്ചിരുന്നു? വേണ്ട പാത്രമൊന്നും ഞാൻ തയ്ച്ചിരുന്നില്ല. എനിക്ക് ഇനി പാത്രം തയ്ക്കാനും കൂടെ പോയി. ഞാനും കൂടെ ഇന്ന് പാത്രം തയ്ക്കും. അപ്പം പെട്ടെന്ന് പണി കഴിയും. കൂടുതൽ സമയം ഒരുമിച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് ചേട്ടല്ലേ പറഞ്ഞോ ജീവിതത്തിന്റെ പ്ലാനിങ് ഒന്നും നമുക്ക്. ഞാൻ അവിടെ ചുറ്റും നടന്ന് തയ്ച്ചിട്ട് നാളെ പെയിന്റ് അടിക്കാം. ചേട്ടാ ട്രിപ്പ് വരാന്ന് പറഞ്ഞാലും ഇപ്പൊ പ്രശ്നം.